ദുനിയാവിലെ ബുദ്ധിമാന്മാർ 3 സ്വഭാവമുള്ളവരാണ്. ദുനിയാവിലെ ബുദ്ധിമാന്മാർ 3 സ്വഭാവമുള്ളവരാണ്. അള്ളാഹു 3 സ്വഭാവം നൽകി അനുഗ്രഹിക്കാം. ഏറ്റവും നല്ല ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് ചെയ്യാവോ? ചുമ്മാ കേൾക്കാൻ വന്ന ബുദ്ധിയുടെ വഴി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോണ്ട ഇതാ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയിലല്ലേ നിങ്ങൾ പോകുള്ളൂ അല്ലേ? അപ്പൊ ദുനിയാവിലെ ബുദ്ധിമാനായ ഏറ്റവും നല്ല ബുദ്ധിമതിയായ ഏറ്റവും നല്ല ബുദ്ധിമതി 3 സ്വഭാവമുള്ളവരാണ്. ചില ചെയ്യോ അങ്ങനെയുള്ളവരൊക്കെ കൈ നോക്കി ചെയ്യാറുണ്ട്. അല്ലെ കൈയുള്ളവരൊക്കെ നോക്കി ഉറക്കം പോകാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അല്ലാമ ഹസൻ ബസരി റളിയല്ലാഹു തആല മഹാന്മാരുടെ വാക്കുകളാണ്. അൽലുകരാഉ സലാസത്തുൻ, ഈ ഭൂമിയിലെ ബുദ്ധിമാന്മാർ 3 വിഭാഗം ആളുകളാണ്. ഒന്നാമത്തെ സ്വഭാവം ഏതെന്നറിയോ? മൻ തറക ദുനിയാ ഖബല അൻ തതറകഹു, തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ദുനിയാവ് തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ആ ദുനിയാവിനെ താൻ ഉപേക്ഷിക്കുന്നവൻ. ഒന്നാമത്തെ ആളാ മൻ തറക ദുനിയാ ഖബല അൻ തതറകഹു, ദുനിയാവ് എന്നെ വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പേ നടക്കൂല. ദുനിയാവ് എന്നെ വേണ്ടാന്ന് വെക്കും. ആ വെക്കുന്നതിന് മുമ്പ് ഞാൻ ദുനിയാവിനെ വേണ്ടാന്ന് വെക്കണം. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലതു ദുനിയാ വഖാഫുൽ ഫിതനാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ദുനിയാവ് കടലിന്റെ നടുഭാഗത്ത് ചെന്നപ്പോ മുങ്ങിച്ചാവാൻ പോകുന്ന കപ്പലാണ്. ഈ ദുനിയാവ് മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു കപ്പലാണ്. മുങ്ങിച്ചാകുമെന്ന് ഉറപ്പുള്ളൊരു സാധനത്തിന് കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ. കിട്ടുന്ന കച്ചി തുരുമ്പ് കൊണ്ട് കരയടിയാൻ ശ്രമിക്കണം. അവനാണ് ബുദ്ധിമാൻ. തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവ് തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിനെ താനും ഉപേക്ഷിക്കണം. നമ്മളൊന്നും വേണ്ടാന്ന് നോക്കണം. വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ദുനിയാവ് വരാതിരിക്കോ? ദുനിയാവ് നിഴലാ തേടിയാലോടുന്നതാ. ദുനിയാവിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ദുനിയാവ് നമ്മുടെ കൂടെ വരും. ദുനിയാവ് നിഴല് പോലെയാണ്. പിടിക്കാൻ പോയാൽ ഖിയാമത്തുള്ളവരെ പിടിക്കാൻ പറ്റില്ല. നിഴലെങ്ങനെയല്ലേ? നിഴലിനെ പിടിക്കാൻ പോയാൽ നമ്മളെ കൊണ്ട് വെള്ളി നഗരം വരും. ഇനി അത് വേണ്ട കോട്ട കൊണ്ടാലോ തിരിച്ചു വന്ന് നമ്മുടെ കൂടെ വരും. ദുനിയാവ് നിഴല. രണ്ടാമത് പറഞ്ഞു, മഹാനായ ശൈഖിനെ കാണാൻ ശിഷ്യനെത്തി. ശിഷ്യൻ ജോലിയൊക്കെ ചെയ്ത് നല്ല പൈസ ഉണ്ടായി. ഒരു സ്വർണ്ണ നാണയം കൊണ്ട് ശൈഖിന്റെ എടുത്തു. ശൈഖോന്ന് എനിക്ക് വേണ്ട എടുത്തത്, എനിക്ക് ദുനിയാവ് വേണം. സ്വർണ്ണ നാണയം ഇരിക്കട്ടെ ഉസ്താദേ. വേണ്ട, എടുത്തത് വേണ്ട, എടുത്തത്. വീണ്ടും ഉസ്താദ് എന്തൊരു സംഭവിച്ചു? വേണ്ട, എടുത്തത്. ശിഷ്യന് വലിയ വൈമനസ്. ഉസ്താദ് ദിവസെടുത്തോണ്ടിരിക്കുകയാണ്. ശിഷ്യൻ വെളിയിലിറങ്ങി ഉസ്താദിന്റെ ആ ഷൂവിന്റെ ഉള്ളിൽ ആ സ്വർണ്ണ നാണയം വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മഹാനായ ശൈഖ് ദിവസമൊക്കെ കഴിഞ്ഞ് മുത്തനബിയുടെ കൂടെ ഇറങ്ങി ചെരിപ്പിടാൻ നോക്കിയപ്പോ ഷൂവിന്റെ ഉള്ളിൽ സ്വർണ്ണ നാണയം ഇരിക്കുന്നു. മഹാനവറുകൾ കണ്ടോ, ഇതാണ് ദുനിയാവ്. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിഞ്ഞപ്പോ അതെന്റെ കാലിനടിയിൽ നിന്നെടുത്ത. വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോ കാലിനടിയിൽ നിന്നിരിക്കുക. അതാണ് യഥാർത്ഥ അരിമ. അപ്പൊ ചോദിക്കും, ഉസ്താദ് എന്താ നിങ്ങൾ വലിച്ചെറിയാത്തെന്താ? നിങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ വേണ്ടത് അൽഹംദുലില്ലാഹ് പോക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെരുപ്പി വെക്കൂല. നിങ്ങൾ പോക്കറ്റ് വെച്ചിട്ട് ചെരുപ്പി വെക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരു മോത്തിനിട ഞാൻ അടുത്ത് പറയുന്നു. ഒരിടത്ത് 3-ാം ഭാഗത്തേക്ക് രൂപയൊക്കെ കഴിഞ്ഞ് ആള് കൊണ്ടൊന്ന് പൈസ കൊടുക്കും. ഉള്ളിൽ വെറുതെ ഒരു ഫോർമാലിറ്റി വേണ്ട എന്നാൽ ശരി പോയി. എന്റെ പൊന്നു സ്ഥാപിത അങ്ങനെ തിരിച്ചിട്ടുണ്ട്. വേണ്ടാന്ന് വെച്ചവന് ദുനിയാവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. പക്ഷെ ദുനിയാവിന്റെ കൂടെ പോയവൻ, ആ ദുനിയാവിന് വേണ്ടി മാത്രം പോയവൻ, അവനെയാണ് ദുനിയാവ് നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അർശിൽ നോക്കിയിട്ട് അറിവ് പറഞ്ഞു കൊടുത്ത വൃക്ഷത്തിന്റെ ഇടയിൽ സുജൂദ് ചെയ്ത മഹാമനുഷ്യൻ ദുനിയാവിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ആ മനുഷ്യൻ പട്ടി ചത്തുപോകേണ്ടതുപോലെ ചത്തു വന്നത്. അതുകൊണ്ട് ഈ ദുനിയാവ് ഒരു ദിവസം നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. ആര് കണ്ടു ഈ സഹോദരങ്ങളെ? ആസിഫലി സർദാരി പാകിസ്ഥാന് പ്രസിഡന്റ് ആകുമെന്ന് ആര് കണ്ടു? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ. ആസിഫലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആര് കണ്ടു? ബേനസീർ ഭുട്ടോ എന്ന് പറഞ്ഞ ആസിഫലി സർദാരിയുടെ ഭാര്യ പാകിസ്ഥാന്റെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റാവൽപിണ്ടിയിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞ കരയാത്ത
ബേനസീർ കൂട്ടോ റാവൽപിണ്ടിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വരുമ്പോ 10,000-കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. എക്സിറ്റ് പോളും ഗ്യാലപ്പ് പോളും പാകിസ്ഥാനിൽ പ്രതിഫലിച്ചു. 10 ദിവസത്തിനകം പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കയ്യിലാണെന്ന്. എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, എന്തേ മനസ്സിലെത്തി ഒന്ന് ചിന്തിക്കുന്നില്ല? ഈ ദുനിയാവിനോടുള്ള ഹുബ്ബനെ മാറ്റി വെക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരായിരം ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ നീ ഓടുകയാണ്. അതില്ലാത്ത മുഖത്തോടെ ഓടുകയാണ്. പക്ഷേ വരായതിരി നിനക്കറിയില്ല, ഇതാ തന്നെ ലൈലുൻ, ഈ രാത്രി നാളത്തെ പ്രഭാതം നിന്നെ കാണിപ്പിക്കുമോ എന്ന്. ഈ പ്രഭാതം കഴിഞ്ഞ് നീ ഈ രാത്രി കഴിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേക്കുമോ എന്ന്. 6:45 റാവൽപിണ്ടിയിൽ പ്രസംഗിക്കേണ്ടത്. ആരാ? ബേനസീർ കൂട്ടോ. 6:45 കടന്നു വരുന്ന ബേനസീർ കൂട്ടോ എന്ന ഏറ്റവും വലിയ സൗന്ദര്യനാമമായ പെണ്ണ്. എല്ലാവരും പറഞ്ഞു 10 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അധികാരം ഈ സുന്ദരി പെണ്ണിന്റെ കയ്യിലാണെന്ന്. 6:45 റാവൽപിണ്ടിയിലെ മൈതാനത്തിലോട്ട് കയറിയിട്ട് ചാവേറിന്റെ ബോംബ് സ്ഫോടനത്തിൽ ബേനസീർ ചിതറിത്തെറിക്കുമ്പോ സഹോദരങ്ങളെ, 6:41 ബേനസീറിന്റെ അവസ്ഥ BBN അടക്കമുള്ള BCC അടക്കമുള്ള ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. 6:45 ബേനസീറിന്റെ ശരീരം പൊട്ടിക്കളന്നു പോയത്. 6:41 മരിക്കുന്നതിന് 4 മിനിറ്റ് മുമ്പ് ബേനസീർ ചെയ്തതെന്നറിയോ പെങ്ങളെ? കിട്ടെടുത്തിട്ട് ആ കിട്ടിൽ നിന്ന് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ചു ബേനസീർ. 4 മിനിറ്റ് കഴിഞ്ഞാൽ കഷണങ്ങളായി ചിതറിത്തെറിക്കാനുള്ളതാണ് ഈ ചുണ്ടെന്ന് ബേനസീർ അറിഞ്ഞില്ല. CNN അടക്കമുള്ള ചാനലുകൾ ലൈവായിട്ട് കാണിച്ചു. ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ചപ്പോ അറിയുമോ 6:45 ചിതറിത്തെറിക്കുമെന്ന്. 6:45 ചിതറിത്തെറിക്കുമെന്ന് ആ റാവൽപിണ്ടിയിലെ യോഗത്തിൽ 6:45 കയറിയപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇരുൾ പരക്കുന്ന സമയമായി, മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്ന സമയമായി. അന്നത്തെ മഗ്‌രിബ് ആ പെണ്ണ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. 6:45 മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കേണ്ട സമയം. അന്നത്തെ മഗ്‌രിബ് നിസ്കരിച്ചോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാനേ കഴിയൂ. സഹോദരങ്ങളെ, ഇതാണ് ജീവിതമെങ്കിൽ ഈ ദുനിയാവിൽ ഇങ്ങനെ ഓടി നടക്കരുത്. 4 മിനിറ്റ് കഴിഞ്ഞപ്പോ ആസിഫ് അലി സർദാരി ഇവിടുത്തെ പ്രസിഡന്റായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവ് നമ്മളെ വിടുന്നതിന് മുമ്പേ ആ ദുനിയാവിനെ നമ്മളെ വിടണം. എന്നിട്ട് ആഖിറത്തിന് വേണ്ടി ജീവിക്കണം. രണ്ടാമത്തവൻ ആരെന്നറിയോ? ദുനിയാവിലെ ബുദ്ധിമാന്റെ രണ്ടാമത്തെ സ്വഭാവം ഏടാ? കബറിന്റെ ഉള്ളിലേക്ക് അവനെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പേ അവന് വേണ്ടിയുള്ള കബർ അവൻ നിർമ്മിച്ചിടണം. രണ്ടാമത്തവനാരാ? ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മണക്കാട് വലിയ വലിയ 6 അടി മണ്ണുണ്ടെന്നുള്ള ചിന്ത വേണം. അവനെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി ഒരു കബറ് പിടിച്ചിടണം. ഉണ്ടായിരുന്നല്ലോ കബറ് പിടിച്ചിട്ട് കബർമണിയും തലയിൽ വെച്ച് കിടന്നുറങ്ങിയ ആരുണ്ടായിരുന്നില്ല കേരളത്തില്. കബറ് പിടിച്ചിട്ടിട്ട് കബർമണിയുടെ വസ്ത്രം തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ ആരും ഈ കേരളത്തില് ആരെന്നറിയോ? കബറെന്ന് കേട്ടാൽ ദർശനം ഞെട്ടേണ്ടതാ, കണ്ടാലുടനുമാവിട്ടു നീ കരയേണ്ടതാ എന്ന് പാടുന്ന തടവാസ്താണ്. ആ മനുഷ്യന് കബറിന്റെ ഉള്ളിലായി. എന്തേ റമദാനായിട്ട് പോലും ചിന്തിക്കുന്നില്ല. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഇദാ ഉഖ്ബിറൽ മയ്യിതു, ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു മയ്യത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഹദീസോടും ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തേ സഹോദരങ്ങളെ ആ വെക്കൽ നാളെ സുബഹിക്കായി കൂടാ? എന്തേ ആ വെക്കൽ നാളെ സുബഹിക്കായി കൂടാ? ഇതാ ഉഖ്ബിറൽ മയ്യിതു, ഒരു മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വെക്കുന്നത് നാളെ രാവിലെ എന്നെ എന്തുകൊണ്ടായി കൂടാ? എന്തേ
നിങ്ങളായിക്കൂടാ? ഹദീസിൽ ഒരു മയ്യത്തോടെ കബറി വെച്ച ആ വെച്ച നാളെ എന്തുകൊണ്ട് തോന്നുന്നു മുമ്പ് മണക്കാട് വളരെ മുമ്പിലായിക്കൂടാ?